ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഗൂഗിൾ. ഞാൻ യൂട്യൂബറൊന്നും അല്ല. എനിക്കങ്ങനെ വീഡിയോ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട കേട്ടോ, ഞാൻ വർക്കിലാണ്. ഞാൻ ഇന്നോട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഈ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഫസ്റ്റ് വീഡിയോ അല്ല, റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ നേരിട്ട് വോയിസ് ഓവർ ചെയ്ത് കൊടുത്ത് റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ. എന്തുകൊണ്ട് നേരത്തെ ആദ്യം അങ്ങനെ ചെയ്ത് തുടങ്ങിയില്ല എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് കോൺഫിഡൻസ് വന്നെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. ഇത് തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും പ്രശ്നം. നമ്മളെല്ലാവരും ഓരോരോ കാര്യങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ അത് ചെയ്താൽ തെറ്റിപ്പോകുമോ, ശരിയാകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മളെല്ലാം മാറ്റി വയ്ക്കും. എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യൂ, അതുമില്ല. ഈ പ്രശ്നം എനിക്കുണ്ടായി. അപ്പം ഞാനതിനെ ഓവർകം ചെയ്തു വരുന്നു. അങ്ങനെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കാരണം അത് തന്നെയാണ്. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അത് നിന്ന് ഇതുപോലെ എന്നെപ്പോലെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് എൻ്റെ പ്ലസ് പോയിന്റ്. അത് തന്നെ എൻ്റെ അച്ചീവ്മെന്റ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ലൈക്കിനോ കമന്റിനോ പേയ്മെന്റിനോ വേണ്ടിയിട്ടല്ല. എനിക്ക് ചെയ്യാൻ തോന്നി, എൻ്റെ ഇഷ്ടം, എൻ്റെ ഫാഷൻ, അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ തോന്നി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൈറ്റിലാണ്. എൻ്റെ ഫ്രീ ടൈമിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രേക്ക് ടൈമാണ്, 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടല്ലോ നമ്മൾ, ആ ടൈമിലാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുത്താൽ നമ്മൾ പറ്റില്ല, അല്ലെ നടക്കില്ല, സമയമില്ല, പ്രാരാബ്ദം, ഇങ്ങനെ മാറ്റിവെച്ച പല സ്വപ്നങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത് നാളെ പെട്ടെന്ന് ഒരു അച്ചീവ് ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ആയില്ലേലും സന്തോഷം. കാരണം ഞാൻ എനിക്ക് കൊടുക്കുന്ന, എന്നിൽ കാണുന്നത്, ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം, അത് മതി. എന്നെ സംതൃപ്തിപ്പെടുത്തിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ ഞാൻ നോക്കുന്നില്ല. അതിനെ ബാധിക്കുന്നതല്ല. നമ്മളെല്ലാവരും പ്രവാസികളാണ്. എല്ലാവരും പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ പ്രവാസികളും ഇതുപോലെ ഉള്ളിലൊതുക്കിയ എന്തെങ്കിലും ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും പറയുന്ന കാര്യം കുടുംബത്തിലെ പ്രാരാബ്ദം കൊണ്ട് പ്രവാസിയായി 20 വയസ്സിലാകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. 18 വയസ്സത്തേക്ക് ഇനി പാസ്പോർട്ട് എടുത്ത് വരുന്നവരെ എനിക്കറിയാം. അതായത് ജീവിതം എന്താണ്, ലൈഫ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പ്രവാസികളെ എനിക്കറിയാം. ഞാൻ ഇപ്പോൾ 2 വർഷമായി ഇവിടെ പ്രവാസം ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതൊരിക്കലും ഒരു പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ പ്രവാസം തിരഞ്ഞെടുത്തത് എൻ്റെ കുടുംബത്തെ സന്തോഷത്തിനില്ല. അപ്പം ഞാൻ എന്തിനും എൻ്റെ സന്തോഷം കൂടെ മാറ്റി വയ്ക്കണം? അവരെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം എൻ്റെ സന്തോഷത്തിന് ഞാൻ വഴി കണ്ടെത്താൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഹാപ്പിയാണ്. നമുക്കൊക്കെ ചിലപ്പോൾ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങളും കുഞ്ഞു സ്വപ്നങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ചെയ്യാതെ സമയം കഴിഞ്ഞ് അതിനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ നമ്മളത് ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം അവസാനിക്കുന്ന നേരത്ത് റിഗ്രറ്റ് ചെയ്തിട്ടോ ദുഃഖിച്ചിട്ടോ എന്തുകൊണ്ട് പ്രയോജനം? ചിലപ്പോൾ നമ്മൾ എത്തുന്ന ആ സ്വപ്നം നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. എങ്കിൽ നമ്മൾ ശ്രമിച്ചു എന്നുള്ളൊരു സംതൃപ്തി നമുക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കിട്ടുന്നൊരു അവസരങ്ങളും പാഴാക്കരുത്. ഓരോ അവസരവും ഓരോ ടൈമും യൂസ് ചെയ്യും. എസ്പെഷ്യലി പ്രവാസികൾ. ഞാൻ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല കേട്ടോ ഈ വീഡിയോ ആരൊക്കെ കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാതെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. കണ്ട് ആർക്കെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായാൽ അത് തന്നെ എൻ്റെ അച്ചീവ്മെന്റ്. അത് മതി എനിക്ക്. നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല. ഇതെൻ്റെ ആഗ്രഹമാണ്. ഇന്നും തുടങ്ങിയ ആഗ്രഹമല്ല കേട്ടോ. എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഒരു ഇൻഫ്ലുവൻസർ ആകണം, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യണം. എനിക്ക് എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്തെങ്കിലും കഷ്ടപ്പാടുന്നവരെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇരിക്കുന്നവരെ, അവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്ത്, മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ട്, നമ്മളെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച്, അപ്പോൾ ഉണ്ടാകുന്ന അവരുടെ മൊത്തം ചിരിയില്ലേ, അല്ല ഒരു ആശ്വാസമില്ലേ, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. എനിക്കത് എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ അത് ഇഷ്ടമായിരുന്നു. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തുടങ്ങാം എന്ന് വിചാരിച്ചു. അതിനുള്ള സാഹചര്യം അന്ന് ഉണ്ടായില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫോണോ കാര്യങ്ങളൊന്നും മേടിക്കില്ലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു, അതുപോലെ പ്രാരാബ്ധമായി, ഫാമിലിയായി, കൊറോണ വന്നു. അപ്പം കൊറോണ വന്നപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു. എൻ്റെ മടി, അത് തന്നെ കാരണം. മടിയല്ല ആക്ച്വലി, അത് കോൺഫിഡൻസ് ഇല്ലായ്മ, ഭയം. മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റൊന്ന് ചിന്തിക്കുന്നു. ആ ചിന്തയിൽ ഇരുന്ന് ഒന്നും നടന്നില്ല. ഇന്നിങ്ങനെ ഇവിടെ വന്നു.
പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതും എൻ്റെ ഫേസ് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയും റെക്കോർഡഡ് വീഡിയോയും കണ്ടന്റ് വീഡിയോയുമായി ചെയ്തത്. പക്ഷെ അതിലും എനിക്ക് തൃപ്തിയില്ല. ഇന്ന് ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഹാപ്പി. ഞാൻ ലൈഫിൽ എന്തോ അച്ചീവ്മെന്റ് ചെയ്തു. വലിയ ജോലിയിലോ ഒരുപാട് ക്യാഷിലോ പണത്തിലോ അല്ല നമുക്ക് സന്തോഷം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു ആദ്യം തുടക്കം എന്നുള്ള വീഡിയോയിൽ മാത്രം ഒരു ഇൻട്രസ്റ്റ് വീഡിയോ പോലെ ചെയ്തതാണ്. ഇനിയും ഇതുപോലുള്ള കുറച്ച് മോട്ടിവേഷണൽ സ്പിരിച്വലി ആയ വീഡിയോകളായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബാക്ക്ഗ്രൗണ്ടോ എൻ്റെ ഡ്രസ്സിങ്ങോ സ്റ്റൈലോ നോക്കരുത്. കാരണം എനിക്കിപ്പോൾ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എനിക്ക് മനസ്സിൽ തോട്ട് വന്നു, ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി പിന്നെ അത് പഠിച്ചിട്ട് വന്ന് ചെയ്യുന്ന രീതിയല്ല എൻ്റെ അത്. തോന്നുന്ന വീഡിയോ അന്നത്തെ ദിവസം അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന സ്വഭാവമാണ്. ചിലപ്പോൾ ഒരാഴ്ച വീഡിയോ ഉണ്ടാവില്ലായിരിക്കാം കേട്ടോ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോകളോ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ സ്വപ്നങ്ങൾ പ്രസന്റ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യും. അതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമില്ലെങ്കിലും, കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമില്ലെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ, ബൈ. അപ്പോൾ ഇനി മുതൽ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാണാം.